സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലെ കണക്കുകളിൽ കൂടുതൽ വ്യക്തത വരുത്തണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. നീക്കിയിരുപ്പ് തുകയിൽ മുൻ ആവശ്യങ്ങൾക്ക് മാറ്റിവെച്ച ഫണ്ട് ഭാവി ആവശ്യങ്ങൾക്ക് അധിക സഹായം വേണം എന്നതിലടക്കം കൃത്യമായ കണക്കുകൾ നൽകണം. ഡിസംബർ 10 വരെയുള്ള കണക്ക് പ്രകാരം സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നീക്കിയിരിപ്പായുള്ളത് 700 കോടി എന്നാണ് സർക്കാരിന്റെ സത്യവാങ്മൂലം. എന്നാൽ ഈ 700 കോടിയിൽ 638 കോടി രൂപയും സർക്കാരിന്റെ മുൻ ഉത്തരവുകൾ പ്രകാരം മറ്റ് ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇക്കാര്യത്തിലാണ് സർക്കാർ വ്യക്തത വരുത്തേണ്ടത്. കൂടാതെ കേന്ദ്രത്തിനു കൂടി വിശ്വാസയോഗ്യമായ ഏജൻസിയുടെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണെന്നും ഹൈക്കോടതി പറഞ്ഞു. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി 18-ന് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകണമെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ റെഡ് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. നാളെയും കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, സംസ്ഥാനത്ത് ശക്തമായ മഴ മുന്നറിയിപ്പുകൾ തന്നെയാണുള്ളത്. വിവിധ ജില്ലകളിൽ എപ്രകാരമാണ് മഴ മുന്നറിയിപ്പുകൾ വരുന്നത്? ഓരോ 3 മണിക്കൂറുകൾ കഴിയുമ്പോഴും മഴ മുന്നറിയിപ്പ് കൂടുതൽ രൂക്ഷമായ രീതിയിലേക്ക്, അതായത് കൂടുതൽ ശക്തമായ മഴയിലേക്ക് സംസ്ഥാനം പോവുകയാണ്. മന്നാർ കടലിടുക്കിന് മുകളിലായി രൂപപ്പെട്ട ശക്തി കൂടിയ ന്യൂനമർദ്ദം ആണ് ഇപ്പോൾ കേരളത്തിൽ ഈ മഴ ഇങ്ങനെ ശക്തിപ്പെടാനുള്ള കാരണം. അടുത്ത 5 ദിവസത്തേക്ക് മഴ കനക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന അറിയിപ്പ്. ഈ ന്യൂനമർദ്ദത്തിന്റെ ശക്തി കുറയുന്നതിനനുസരിച്ച് മാത്രമായിരിക്കും മഴ മുന്നറിയിപ്പിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഇളവുകൾ ഉണ്ടാവുക. ഇപ്പോൾ ഏറ്റവും പുതിയതായി 1 മണിക്ക് വന്നിരിക്കുന്ന അലർട്ടുകൾ പ്രകാരം പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ തെക്കൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ശക്തമായ മഴ പെയ്യുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് നൽകിയിരിക്കുന്നത്. അതായത് തെക്കൻ കേരളത്തിൽ പൊതുവെ ശക്തമായ മഴ എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. അത് 3 ജില്ലകളിൽ റെഡ് അലർട്ടിന് സമാനമായ മഴ പെയ്യുമെന്നുള്ള അറിയിപ്പുമുണ്ട്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. അതായത് ഇനി വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന അറിയിപ്പ്. ഇപ്പോൾ തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ മഴ തുടരുന്ന സാഹചര്യമുണ്ട്. ചിലപ്പോൾ ശക്തി കുറയുന്നെങ്കിലും പൂർണ്ണമായും മഴ വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം കുറച്ച് മണിക്കൂറുകളായി പല ജില്ലകളിലും ഇല്ല എന്നുള്ളതാണ്. എന്തായാലും പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ഇപ്പോൾ ഈ ആശങ്കയ്ക്ക് വകയാകുന്ന വിധത്തിൽ റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത്. ശരി, പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.